രണ്ട് കുരങ്ങളിരിക്കുന്നതാണ് ഈ കാണുന്നത്. രണ്ടിൻ്റെയും ചിരി ഒരേ കണക്ക്. 3000. ഒരു കുതിരയും ഒരു കഴുതയും. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ വീടിനടുത്തൊരു ഗാർഡൻ സെൻറ്ററിൽ യുകെയിലെ പ്രസ്റ്റണിൽ ഞങ്ങളെ വീടിനടുത്തൊരു ഗാർഡൻ സെൻറ്ററിൽ വന്നതാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു ഗാർഡൻ സെൻറ്ററിൽ യുകെയിലുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ എല്ലാം തന്നെ പറ്റുന്നതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോക്ക്, നന്നായിട്ട് അവർ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, എന്താ പറയുക, ഒരു ആ ഫ്രണ്ട് ഏരിയ ഒക്കെ നല്ല ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ ഈ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നില്ല സ്പെഷ്യലൈസ് ചെയ്ത് ഇങ്ങനെ ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. എനിക്കൊന്നും ഇപ്പോൾ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ലുലുവിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തന്നെ ഷോപ്സൊക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗാർഡൻ ഐറ്റംസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരുപാട് തന്നെ സെൻറ്റേഴ്സ് ഉണ്ടോ എന്നറിയില്ല. എനിക്കൊന്നും ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ശരിക്കും നോക്കാം. കണ്ടോ, ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ നമുക്ക് ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് കൊണ്ടുപോകാനുള്ള കാർട്ടുകളും, പിന്നെ ഈ പറഞ്ഞ മാതിരി കണ്ടോ ഇവിടുത്തെ ആ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത്, ഈ പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ കാർ പാർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ടായി. പിന്നെ ഫാമിലീസൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് ഗിഫ്റ്റ് സെൻറ്ററാണ്. ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് സെൻറ്ററിലാണോ കൊണ്ടുപോയെന്ന് ഓർക്കണ്ട. ഇവർ പല സെക്ഷനായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഗിഫ്റ്റ് സെൻറ്റേഴ്സ് നമുക്കിത് നാട്ടിൽ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ നല്ല രീതിയിൽ പല ഏരിയസൊക്കെ ആയിട്ട്, ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഗാർഡൻ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ അനുബന്ധപ്പെട്ട്, അതായത് എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എൻ്റെ പിള്ളേർ ഇവിടെ കിടന്ന് ബഹളം തുടങ്ങി കേട്ടോ. എനിവേ, ഞാൻ പറയുന്നത് നിർത്തുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ, നമ്മുടെ വാഴയൊക്കെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് തന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഔട്ട്ഡോർ ഫേർണിച്ചേഴ്സും, ഇതുപോലെ ഇതൊക്കെ ഷട്ടർ ഇടാനും നമ്മുടെ റിമോട്ട് കൺട്രോളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ കുറേ സമയം ഞാനിതൊക്കെ നോക്കി നിന്നു. ഇതുപോലെ ഇൻഡോർ ഡെക്കർ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ശരി, ഞാൻ നേരത്തെ കാണിച്ച ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിലും ശരി, പിന്നെ ടൂൾസ്, ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസ്, ഇതുപോലെ പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പ്ലേ ഏരിയ, പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ അതൊക്കെ എല്ലാം തന്നെ ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും ശരി, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആണെങ്കിലും, റോസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്ലാന്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ഇതുപോലെ ഒരുപാട് ഡെക്കർ ഐറ്റംസ്, സോളാർ ലൈറ്റ്സ്, ഗാർഡനിൽ നമുക്ക് ഇതുപോലെ ഒക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാനാണെങ്കിലും ശരി, കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ ആണെങ്കിലും ശരി, അവിടെയൊക്കെ കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട്. പിള്ളേരെ പ്ലേ ഏരിയാസ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ. പുറകിലിരിക്കുന്നതൊക്കെ മാനൂറൊക്കെയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ മണ്ണൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. മണ്ണും നല്ല വളമൊക്കെ ചേർത്ത് വരുന്ന മണ്ണും അവിടെ കാണുന്നില്ല. അവിടെ ഒരു കഫേയും പിന്നെ ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. ഇത് കണ്ടത് മുളകാണ്, നമ്മുടെ നാട്ടിലെ കാന്താരി മുളക് പോലെയൊക്കെ ഉള്ളൊരു ടൈപ്പ് എരിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. എരിയൊക്കെ ഉള്ളൊരു മുളക് തന്നെയാണ്, നല്ലതാണ്. ഈ പറഞ്ഞ മാതിരി ഇത് പ്ലാൻ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഏതൊക്കെ പ്ലാൻസ് ഉണ്ടെന്നൊക്കെ നോക്കാം. അങ്ങനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ, ഈ പറഞ്ഞ നല്ല സൗണ്ടായിരുന്നല്ലേ, നല്ല ഈ പറഞ്ഞ മാതിരി ഫൗണ്ടനൊക്കെയാണ്. അതുപോലെ പിള്ളേരെയൊക്കെ പറ്റിക്കാനായിട്ട് കുറേ ഡൈനോസറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റും, പക്ഷേ വളരെ വിലക്കുറവാണ്. 2000-3000 പൗണ്ടൊക്കെയാണ്. നാട്ടിലൊരു 2.5-3 ലക്ഷം രൂപ കൊടുത്ത് നമുക്കൊരു ഡൈനോസറിനെ മേടിക്കാം. പക്ഷേ ആ ഡൈനോസർ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ എന്തായാലും എക്സ്റ്റെൻഡ് ആയി പോയില്ല, നമുക്ക് തൽക്കാലം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചു. എനിവേ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതുപോലത്തെ സീറ്റുകളാണെങ്കിൽ അവിടെ പുറകിൽ കണ്ടോ ഒരു ആൾ നിൽക്കുന്നില്ലേ, അതിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാച്ചു ഒക്കെ കണ്ടോ. ഈ ഗറിലല്ല, എൻ്റെ പുറകിലിരിക്കുന്നത് അത് ഈ തേക്ക് വുഡുണ്ടല്ലോ, തേക്കിൻ്റെ ബാർക്കൊക്കെ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതുപോലെ ഫൗണ്ടൻസ് ആണെങ്കിലും ശരി, തേക്ക് വുഡിൻ്റെ ബാർക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡെക്കർ ഐറ്റംസ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ബാർക്കൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ വിവരം ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ആളല്ല. ഇത് ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ. ഇത് ചെറി, അവിടെയൊക്കെ നിന്ന് ചെറി
അതുപോലെ തന്നെ ഈ ചെറുതായിട്ട് തന്നെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ആപ്പിളൊക്കെ ആണെങ്കിലും പേരൊക്കെ ആണെങ്കിലും ഒക്കെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഒരുപാട് എന്താണ് കായൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇത് സൺഫ്ലവറൊക്കെയാണ് കേട്ടോ, ഡ്വാർഫ് സൺഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമാണ്, ഒരുപാട് പേർക്ക് തന്നെ ഇഷ്ടമാണ്. എല്ലാവരും എടുത്തുകൊണ്ടൊക്കെ പോയി. അവിടെ ആ ഏരിയയിൽ ഒന്ന് 2-3 ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടോ, നല്ല ചെറിയ ഫ്ലവേഴ്സ്. നമ്മുടെ നാട്ടിലൊക്കെ എനിക്കൊന്ന് ഇതെല്ലാം കുറേ സീസണൽ ഫ്ലവേഴ്സ്, ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സീസണൽ ഫ്ലവേഴ്സും ഒക്കെ തന്നെ ഉണ്ട്. നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ മേടിച്ചില്ലെങ്കിലും എനിക്ക് കണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ, ഈ കളർ കണ്ടപ്പോൾ ഞാൻ അങ്ങ് എടുത്തു പോരണം കേട്ടോ. എനിക്ക് കളർ കണ്ടിട്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കുതിര, ഈ കുതിരയ്ക്ക് 3000 പൗണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുതിര കിട്ടും. അപ്പോൾ ഞങ്ങൾ എടുത്ത ഈ ഒരു ഫ്ലവറും പിന്നെ പറഞ്ഞ മാതിരി അതുവഴി പോയപ്പോൾ ഇതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ തടഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തില്ല. നമുക്കിതുപോലത്തെ ജയൻറ്റ് വീലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് ഇങ്ങനെ കൊണ്ടുവച്ച് കറക്കാം. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ ഒരു ട്രിപ്പ്. നല്ല രസമാണ്. ഇതുപോലെ എന്താണ്, എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇതുപോലെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത്, പക്ഷേ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാവരും ക്രിയേറ്റ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം. അതിലാണ് നമ്മൾ ശരിക്കും പിന്നോട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെയൊക്കെ ചോക്ലേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ തിരിച്ചറിഞ്ഞത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.